കോട്ടയം ചങ്ങനാശ്ശേരിയിൽ കന്യാസ്ത്രീയോട് ലൈംഗിക അതിക്രമം നടത്തിയ ആൾ പിടിയിൽ. ചങ്ങനാശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു സംഭവം. ആശുപത്രിയിലെ മുൻ HR മാനേജർ പൊൻകുന്നം സ്വദേശി ജോസഫ് തോമസ് ആണ് പിടിയിലായത്. ഫോൺ വഴി ലൈംഗിക ആവശ്യം ചോദിച്ചു എന്നും കയറി പിടിക്കാൻ ശ്രമിച്ചുവെന്നുമാണ് പരാതി. ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴയിലുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അവിടെയുള്ള കന്യാസ്ത്രീക്കെതിരെയാണ് ഈ ഒരു അതിക്രമം ഉണ്ടായത്. ജോസഫ് തോമസ് എന്ന പൊൻകുന്നംകാരനാണ്, അവിടുത്തെ HR മാനേജറാണ്. ഇയാൾക്കെതിരെ നിരവധി പരാതികൾ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് സഭാ നേതൃത്വം ഉൾപ്പെടെ ഇടപെട്ട ആശുപത്രി മാനേജ്മെന്റ് ഇയാളെ പുറത്താക്കുന്ന നടപടി ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് പിന്നെയും ഈ കന്യാസ്ത്രീയെ ശല്യപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. കന്യാസ്ത്രീയുടെ മുകളിലുള്ള ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അടിയന്തരമായി ഒരു മീറ്റിങ്ങിന് പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീഡിയോ കോളിൽ ഇയാൾ വിളിച്ചു. ആ സമയത്ത് പക്ഷേ കന്യാസ്ത്രീ മഠത്തിലെ മെസ്സിൽ ഉണ്ടായിരുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ കന്യാസ്ത്രീ തിരുവസ്ത്രമായിരുന്നില്ല അണിഞ്ഞിരുന്നത്. പക്ഷേ ഇത് ഇയാൾ വീഡിയോയിൽ റെക്കോർഡ് ചെയ്യുകയും തുടർന്ന് ഇത് പുറത്ത് കാണിക്കും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ലൈംഗിക ആവശ്യം ഉന്നയിക്കുകയുമായിരുന്നു. ഇതിന് പൂർണ്ണമായും തിരസ്കരിച്ച് നിൽക്കുന്ന കന്യാസ്ത്രീയെ പലതവണ ഭീഷണിപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. ഇതോടെയാണ് സഭാ നേതൃത്വത്തിന് കന്യാസ്ത്രീ പരാതിപ്പെട്ടത്. തുടർന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ജീവനക്കാരോട് മോശമായി പെരുമാറുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി നൽകിയത്. എന്തായാലും ഈ പരാതിയിൽ മേലാണ് തുടർന്ന് അന്വേഷണം നടക്കി ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഇയാൾ പലരോടും മറ്റ് ജീവനക്കാരോടും മോശമായി പെരുമാറിയിട്ടുണ്ട് എന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ മറ്റു പരാതികളൊന്നും തന്നെ ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല. ഇയാൾ തികഞ്ഞ മദ്യപാനിയായിരുന്നു. ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ നിന്നാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഒരാഴ്ച മുൻപാണ് ഈ ആശുപത്രിയിൽ നിന്ന് ഇയാളെ പുറത്താക്കുന്നത്. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായി ഇത് മാറുകയാണ്. തികഞ്ഞ ഒരു ലൈംഗിക അതിക്രമം ഇങ്ങനെ പലരോടും കാണിക്കാൻ വെമ്പി നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഒരു കന്യാസ്ത്രീയെ പോലും വെറുതെ വിടുന്നില്ല എന്ന നിലയിലാണ് ഈ ഒരു സംഭവത്തെ കാണുകയും ചെയ്യുന്നത്. എന്തായാലും സഭയടക്കം വളരെ അടിയന്തര ഇടപെടൽ നടത്തി ഇയാളെ പുറത്താക്കുന്ന നടപടിയെടുത്തു. പക്ഷേ നിയമ നടപടികൾ തുടരുകയാണ്. ഇയാളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.